ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അതിലെ ആറാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ഹോം റൂൾ മൂവ്മെന്റ് തിലക് ആൻഡ് ആനി ബസന്റ്. ബാലഗംഗാധര തിലകിന്റെയും ആനി ബസന്റിന്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1915-16 കാലഘട്ടത്തിലാണ് ഇത്തരം ഹോം റൂൾ മൂവ്മെന്റിന്റെയൊക്കെ തുടക്കമായിട്ട് വരുന്നത്. ഒന്നാം ലോക യുദ്ധത്തിന്റെ സമയത്ത് ബാലഗംഗാധര തിലകും ആനി ബസന്റും നേതൃത്വം നൽകിയിട്ടാണ് ഹോം റൂൾ മൂവ്മെന്റ് വരുന്നത്. രണ്ടുപേരും ഒരുമിച്ചുള്ള പ്രവർത്തനമായിരുന്നു ഹോം റൂൾ മൂവ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ ബാലഗംഗാധര തിലക് ഒരു 6 വർഷത്തോളം ജയിൽവാസം എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതുപോലെ ആനി ബസന്റ് 1893 ഇന്ത്യയിലേക്ക് എത്തി. ഷീസ് ഐറിഷ് ലേഡി. അങ്ങനെ 1893 അവർ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഈ ആനി ബസന്റ് അദ്ദേഹം തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ മദ്രാസിൽ തിയോസഫിക്കൽ സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഇവർ ഒരു 2 പത്രങ്ങൾ ജേർണലുകൾ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺ വീൽ. ഇത് രണ്ടും മുൻനിർത്തുന്നത് സെൽഫ് ഗവൺമെന്റ്, സ്വയംഭരണം എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പത്രങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പല കാലഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്നായതുകൊണ്ട് തന്നെ അവർ ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഹോം റൂൾ മൂവ്മെന്റിന് തുടക്കം കുറിച്ചു. ഈ ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തരംഗം എന്നാണ് ഹോം റൂൾ മൂവ്മെന്റിനെ അറിയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും അവരവരുടെ ഏരിയ സ്പ്ലിറ്റ് ആക്കി. രണ്ടുപേരുടെയും ഒരുമിച്ചാണ് അസോസിയേഷൻ തുടങ്ങുന്നതെങ്കിലും രണ്ടുപേരുടെയും ഏരിയ 2 ആക്കിയിട്ട് തിരിക്കുകയാണ് ഉണ്ടാകുന്നത്. ആനി ബസന്റ് തിലക് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, കർണാടക, ബെറാർ അങ്ങനെ സെൻട്രൽ റീജിയൻസ്, ഇന്ത്യയുടെ മധ്യഭാഗം എന്ന് പറയുന്ന മഹാരാഷ്ട്ര റീജിയൻസിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതേസമയം ആനി ബസന്റ് മറ്റ് ഭാഗങ്ങളിലേക്കും ഈ ഒരു ഹോം റൂൾ മൂവ്മെന്റിനെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോം റൂൾ മൂവ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തായിട്ട് പറയുന്നത് സെൽഫ് ഗവേണിംഗ്, ഇന്ത്യയുടെ സ്വയംഭരണ അവകാശം തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് പറയുന്നത് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ആളുകളുടെ ഇടയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം എത്തിക്കുക എന്നത് 2 ലക്ഷ്യമായിരുന്നു. മൂന്നാമത്തേതായിട്ട് ടു സ്പീക്ക് അപ്പ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് റിപ്രഷൻ, ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തുന്ന നയങ്ങൾക്കെതിരെ സംസാരിക്കുക, അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, പോരാടുക എന്നതൊരു ലക്ഷ്യമായിരുന്നു. ദെൻ നാലാമത്തെ പോയിന്റ് ഇന്ത്യൻസ് മോർ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഇന്ത്യക്കാർക്ക് ഭരണകൂടത്തിന്മേൽ കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെടുക. അതായത് കൂടുതൽ രാഷ്ട്രീയ പ്രാതിനിധ്യം ഗവൺമെന്റിന്റെ മേൽ ഇന്ത്യക്കാർക്ക് ഉണ്ടാവണമെന്നുള്ള ആവശ്യം. ദെൻ 5ാമതായിട്ട് ഇന്ത്യ വൈൽ അപ്ഹോൾഡിംഗ് ദ കോൺഗ്രസ് പാർട്ടീസ് ബിലീഫ്സ്, കോൺഗ്രസ് പാർട്ടിയുടെ ഉദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുക. ഇതൊക്കെയായിരുന്നു ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഒന്നാമതായിട്ട് സെൽഫ് ഗവൺമെന്റ് വേണം. രണ്ടാമതായിട്ട് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. മൂന്നാമതായിട്ട് സ്പീക്കപ്പ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് റിപ്രഷൻ. ദെൻ 5ാമതായിട്ട് റെപ്രസെൻറ്റേഷൻ ഇൻ പൊളിറ്റിക്കൽ അഫെയർസ്. ദെൻ അടുത്തതായിട്ട് കോൺഗ്രസ് പാർട്ടീസ് ബിലീഫ്സ് വൈഡൻ ചെയ്യുക. ഇത്രയാണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി തിലകും ഹോം റൂൾ ലീഗും. ബാലഗംഗാധര തിലകാണ് ആദ്യമായിട്ട് ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്, ഹോം റൂൾ മൂവ്മെന്റ് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷമാണ് ഹോം റൂൾ ലീഗ് ആനി ബസന്റ് 1916 നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ ആദ്യമായി വന്നത് ബാലഗംഗാധര തിലക് തന്നെയായിരുന്നു.
പിന്നെ തിലക് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജേണൽസ് ഇറക്കുന്നുണ്ട്. ഇന്ത്യ മൊത്താകെ അദ്ദേഹത്തിന്റെ പ്രചരണം നടക്കുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് മഹാരാഷ്ട്ര, കർണാടക റീജിയൻസിലായിരുന്നു. അത്തരത്തില് ഇന്ത്യക്കാരോട് ബ്രിട്ടീഷുകാർ നടത്തുന്ന തെറ്റായിട്ടുള്ള സമീപനങ്ങൾ, ഇന്ത്യക്കാരോട് ബ്രിട്ടീഷുകാർക്കുള്ള ഒരു എന്താ പറയുക പുച്ഛം നിറഞ്ഞ സ്വഭാവം, ഇതൊക്കെയും ബ്രിട്ടീഷുകാരുടെ ഇത്തരം എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യക്കാരെ മുന്നിലേക്ക് തുറന്നു കാണിക്കുക എന്നുള്ളത് തിലക് ചെയ്തിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. ഇനി ഈ ഹോം റൂൾ മൂവ്മെന്റ് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായത്? ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഹോം റൂൾ മൂവ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദേശീയതയെ മുൻനിർത്തിയിട്ടാണ് ഹോം റൂൾ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ പ്ലാനിങ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത് നോക്കുമ്പോൾ, ഒന്ന് എജിറ്റേഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റുകൾ, നിവേദനം സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളോട് കൂടെ തന്നെ പ്രതികരിക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹോം റൂൾ മൂവ്മെന്റ് ഒന്നാണ് എജിറ്റേഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, പ്രതികരിക്കുക എന്നുള്ളത്. ദെൻ പബ്ലിക് ഗ്യാതറിങ്സ് ആൻഡ് ഗീവ് വെഹ്മെന്റ് സ്പീച്ചസ്, എന്താ പറയുക ഒത്തുകൂടലുകൾ, പൊതുസമ്മേളനങ്ങൾ സൃഷ്ടിക്കുകയും വളരെ ആവേശജനകമായിട്ടുള്ള സ്പീച്ചസ്, പൊതുപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളവരുടെ പ്രവർത്തന മേഖലയായിരുന്നു. ദെൻ സെപ്റ്റംബർ 1917 ഇതിന്റെ ഇടയ്ക്ക് ഒരു 1917 ജൂണില് ഇവരുടെ ഈ പ്രവർത്തനം കൂടി വന്നപ്പോൾ ആനി ബെസന്റിന് കുറെ വിലക്കുകൾ വരികയുണ്ടായി. ആനി ബെസന്റിനെ തടവിലാക്കുന്ന സ്ഥിതി, അല്ലെങ്കിൽ ആനി ബെസന്റിന് എന്താ പറയുക മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള വിലക്കുകളൊക്കെ വന്നു. അത് പിന്നെ റിമൂവ് ചെയ്തത് 1917 സെപ്റ്റംബറിലാണ് ആനി ബെസന്റിനെ ഈ വിലക്കുകളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവരെ ഫ്രീ ആക്കുന്നത്. എന്നാലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും 1 വർഷത്തോളം വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു ലിമിറ്റ് ചെയ്തു അവരുടെ പ്രവർത്തനങ്ങൾ. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും 1 വർഷത്തേക്ക് ലിമിറ്റ് ചെയ്തു, നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഭയപ്പാടുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ഇന്ത്യക്കാർ ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 1917 ഹോം റൂൾ ലീഗിന്റെ ഭാഗമായിട്ട് 40,000-ൽ പരം മെമ്പേഴ്സ് 40,000-ഓളം മെമ്പേഴ്സ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഒരു മേജർ ആയിട്ടുള്ളത് തന്നെ. അപ്പൊ ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പൊതുസമ്മേളനം വെക്കുക, ആവേശജനകമായിട്ടുള്ള സ്പീച്ചസ്, പൊതുപ്രഭാഷണങ്ങൾ നടത്തുക, അതുവഴി ജനങ്ങളെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും മുൻകൈ എടുപ്പിക്കുക, ഇതായിരുന്നു പ്രധാനമായിട്ടും ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ദെൻ കുറച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗും ഈ ഒരു ഹോം റൂൾ മൂവ്മെന്റിന്റെ കൂടെ അല്ലെങ്കിൽ ഹോം റൂൾ ലീഗിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ കോൺഗ്രസും ഒരു ഘട്ടം എത്തിയപ്പോൾ ഹോം റൂൾ ലീഗിനോട് അനുഭാവം പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിൽ അറിയപ്പെട്ടിട്ടുള്ള ലീഡേഴ്സും ഹോം റൂൾ മൂവ്മെന്റിൽ ബാലഗംഗാധര തിലകും ആനി ബെസന്റും അല്ലാതെ അറിയപ്പെട്ടിട്ടുള്ള മറ്റ് ലീഡേഴ്സാണ് എസ് സുബ്രഹ്മണ്യ അയ്യർ, ജോസഫ് ബാപ്റ്റിസ്റ്റ, ദെൻ GS കർപ്പടെ, മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയവരൊക്കെ ഇതിൽ അറിയപ്പെട്ടിട്ടുള്ള പ്രവർത്തകരാണ്. അപ്പൊ മുസ്ലിംസ്, റാഡിക്കൽസ്, മോഡറേറ്റ് വിഭാഗക്കാർ, എക്സ്ട്രീമിസ്റ്റ് വിഭാഗക്കാർ, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള എല്ലാത്തരം വിഭാഗക്കാരും ഈ ഒരു ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി എന്നുള്ളത് ഈ ഒരു ലീഗിന്റെ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലെ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം ഒരു ഓഗസ്റ്റ് ഡിക്ലറേഷൻ വരികയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഓഗസ്റ്റ് ഡിക്ലറേഷൻ വരികയാണ്. ഇനി 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്താണ് പ്രധാനമായിട്ട് ഇതാക്കുന്നത്? ദ ഇന്ത്യൻ പീപ്പിൾ വുഡ് എവൻച്വലി ഗെയിൻ കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേല്, ബ്രിട്ടീഷുകാരുടെ മേല് ഇന്ത്യക്കാർക്കുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഈ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ വരുന്നത്. ഓഗസ്റ്റ് ഡിക്ലറേഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരാൻ പ്രധാനമായിട്ടും 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം പൊളിറ്റിക്കൽ ലീഡർ സപ്പോർട്ട് ഫോർ ദി ഫസ്റ്റ് വേൾഡ് വാർ. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണ്ടിയിരുന്നു, അതിനു വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് മുസ്ലിം ലീഗ് ആൻഡ് കോൺഗ്രസ് വർക്ക് ടുഗദർ, ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. മൂന്നാമതായിട്ട് ഹോം റൂൾ ലീഗ് സക്സഷൻ. പ്രധാനമായിട്ടൊരു കാര്യം ഹോം റൂൾ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഹോം റൂൾ ലീഗിന്റെ ഒരു വിജയമായിരുന്നു ഈ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്നും പറയാം. അപ്പോൾ 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്താണ് ഓഗസ്റ്റ് ഡിക്ലറേഷനിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്കാർക്ക് അധികം വൈകാതെ തന്നെ
സ്വന്തമായിട്ട് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവകാശം നൽകുമെന്നാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ പറയുന്നത്. 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ, the Indian people would eventually gain control of the government and responsible one would be established. അവർക്ക് സ്വന്തമായിട്ടൊരു സ്വയംഭരണത്തിനുള്ള അവകാശം അധികം വൈകാതെ തന്നെ ലഭിക്കുമെന്നതാണ് ബ്രിട്ടീഷുകാർ ഓഗസ്റ്റ് ഡിക്ലറേഷനിലൂടെ പറഞ്ഞത്. 1917 വരുന്നത് ഓഗസ്റ്റ് ഡിക്ലറേഷൻ. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? ഉദ്ദേശം അല്ലെങ്കിൽ കാരണങ്ങൾ വരാൻ കാരണം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശങ്ങൾ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഒന്നാം ലോക യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരൊരു നമ്പറായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ അണിനിരത്തുക യുദ്ധത്തിന് വേണ്ടിയിട്ട്, യുദ്ധത്തിന്റെ ചാവേറുകളായിട്ട് ഇന്ത്യക്കാരെ നിയമിക്കുക, അതായിരുന്നു പ്രധാന ലക്ഷ്യം. പിന്നെ ഹോം റൂൾ ലീഗ് പോലുള്ള മൂവ്മെന്റ്സിന്റെ ഒരു വിജയമായിരുന്നു. കോൺഗ്രസും ലീഗ് ഒരുമിച്ച് നിന്നു എന്നുള്ളതും ഇതിന്റെ ഒരു വിജയമായിരുന്നു. അപ്പൊ ഇത്തരത്തിലായിരുന്നു ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഹോം റൂൾ മൂവ്മെന്റ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തകരുന്ന സ്ഥിതി ഉണ്ടായി. എന്തായിരുന്നു അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇപ്പോഴും വിദ്യാസമ്പന്നരായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിൽ മാത്രമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കോമണേഴ്സിന് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള പങ്കില്ല എന്നതുകൊണ്ടാണ്. പിന്നെ മുസ്ലിംസ്, ആംഗ്ലോ ഇന്ത്യൻസ്, നോൺ ബ്രാഹ്മൺസ്, സൗത്ത് ഇന്ത്യയിലെ ഈ വിഭാഗക്കാരൊന്നും തന്നെ ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായില്ല എന്നുള്ളതാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാക്കിയപ്പോൾ നോൺ ബ്രാഹ്മിൻസ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ മുസ്ലിംസും, സൗത്ത് ഇന്ത്യൻ മുസ്ലിംസും ഇതിൽ കാര്യമായിട്ട് പങ്കെടുത്തില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിൽ പെടുന്നവരുടെ ഒരു എന്താ പറയുക അസോസിയേഷൻ ആയിട്ട്, ഒരു സംഘടനയായിട്ട് ഇത് മാറ്റപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിലകിന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിലകിനെ ഒരു പുസ്തകത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ച രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിന്റെ വാദത്തിനായിട്ട് ബ്രിട്ടനിലേക്ക് തിലക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ തിലകിന്റെ ഒരു നേതൃത്വം പിൻവലിഞ്ഞൊരു സാഹചര്യം, അത് ഈ ഒരു ലീഗിനെ കുറച്ചൊന്ന് അതിന്റെ പോരാട്ടത്തിനെ താഴ്ത്തി എന്നുള്ളതാണ്. അപ്പോൾ തിലക് പെട്ടെന്ന് മാറി നിന്നത് ഹോം റൂൾ മൂവ്മെന്റിന്റെ പോരാട്ടത്തിനൊരു താഴ്ച സംഭവിക്കാൻ കാരണമായി എന്ന് നമുക്ക് വേണം കരുതാൻ പറ്റും. അതുപോലെ തന്നെ ആനി ബെസന്റും ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എന്താ പറയാ പ്രോമിസസിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അധികം വൈകാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള വാഗ്ദാനം ഇവരെല്ലാവരും വിശ്വസിച്ചു എന്നതും ഈ ലീഗിന്റെ പ്രവർത്തനത്തിന്, ഹോം റൂൾ മൂവ്മെന്റിന്റെ പ്രവർത്തനത്തിന് പിന്നോട്ട് വലിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റും. ഇനി ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് ഈ ഹോം റൂൾ മൂവ്മെന്റിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് നോക്കുമ്പോൾ, ഒന്നാമതായിട്ട് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നു 1915. ഈ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടില് ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ എന്താ പറയുക ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. ഇനി അടുത്തത് സ്റ്റുഡന്റ് അറ്റൻഡൻസ്, അതായത് ഹോം റൂൾ മൂവ്മെന്റിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ദെൻ മൂന്നാമതായിട്ട് തിലകിനെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിലകിന് ഡൽഹിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനൊക്കെ, ഡൽഹിയിൽ പ്രവേശിക്കുന്നതിനൊക്കെ വിലക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രസ് ആക്ട് 1910 പ്രസ് ആക്ടില് ഈ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഒരുപാട് വിലക്കുകൾ വരുമ്പോൾ, അപ്പോൾ മാധ്യമങ്ങളിലൂടെയാണല്ലോ ഇവർ ഈ സംഭവങ്ങൾ എല്ലാവർക്കും എത്തിക്കുന്നത്. അപ്പം മാധ്യമങ്ങൾക്ക് വിലക്ക് വരുമ്പോൾ ഇതിന്റെ പ്രചരണത്തിലും കാര്യമായിട്ടുള്ള കുറവ് സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഹോം റൂൾ മൂവ്മെന്റിനെ ഇല്ലാതാക്കാൻ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1915. രണ്ടാമതായിട്ട് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കല്. മൂന്നാമതായിട്ട് തിലകിന് ഡൽഹിയിലേക്ക് കടക്കുന്നതിനൊക്കെ വിലക്കുകൾ ഉണ്ടാക്കി. നാലാമതായിട്ട് പ്രസ് ആക്ട് 1910. ഇത്രയാണ് പറയുന്നത്. ഇനി ഹോം റൂൾ മൂവ്മെന്റിന്റെ മറ്റൊരു എന്താ പറയുക, ഹോം റൂൾ മൂവ്മെന്റ് പിന്നോട്ട് പോകാൻ മറ്റൊരു കാരണമായത് മഹാത്മാഗാന്ധിയുടെ സജീവമായിട്ടുള്ള കോൺഗ്രസിലേക്കുള്ള വരവായിരുന്നു. അപ്പം മഹാത്മാഗാന്ധിക്ക് 1920 മുതൽക്ക് ഒരു പോപ്പുലർ ഫേസ്, ജനകീയ മുഖം ലഭിച്ചത് മറ്റ് മൂവ്മെന്റ്സിനെയൊക്കെ താഴത്തേക്ക് വലിക്കുകയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടും ഹോം റൂൾ മൂവ്മെന്റിനൊരു ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും പറഞ്ഞത്?
ഒന്ന് ഹോം റൂൾ മൂവ്മെന്റ് വിദ്യാസമ്പന്നരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നു, രണ്ടാമതായിട്ട് ഇതൊരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ഇവർക്ക് സാധിച്ചില്ല. സദേൺ ഇന്ത്യയിലെ അബ്രാഹ്മണരായിട്ടുള്ളവരും അതുപോലെ തന്നെ മുസ്ലിംസും അങ്ങനെയുള്ള കുറേ ആളുകൾ ഇതിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭൂരിപക്ഷം വരുന്ന സോക്കോൾഡ് ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ള ഹിന്ദു അപ്പർ കാസ്റ്റിന്റെ മാത്രമായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് ഇത് വന്നു. ദെൻ തിലകും ആനി ബെസന്റിന്റെയും പിൻവലിയൽ നേതൃസ്ഥാനത്ത് നിന്ന് പിന്നെ ഗവൺമെന്റിന്റെ കുറെ ഒപ്രസീവ് പോളിസികൾ കാരണമായി ദെൻ 1920 മഹാത്മാഗാന്ധിയുടെ വരവോട് കൂടിയിട്ടും ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി ഗാന്ധിജിയും ടാഗോർ തുടങ്ങിയവരൊക്കെ എങ്ങനെയാണ് ഹോം റൂൾ മൂവ്മെന്റിനെ കണ്ടതെന്ന് നോക്കാം. ഗാന്ധിജിയുടെ ഒരു ഗാന്ധിജി ശരിക്കും സ്വയംഭരണം, സ്വരാജ്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചൊരു വ്യക്തിയാണല്ലേ. ഗാന്ധിജി പറയുന്ന ഹോം റൂൾ അല്ലെങ്കിൽ സെൽഫ് റൂൾ, സ്വയംഭരണം എന്ന് പറഞ്ഞാൽ അതുവരെ പറഞ്ഞവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗാന്ധിജി പറഞ്ഞത്. ഇപ്പം ഈ ഗാന്ധിജിയുടെ മുൻപ് വരെയുള്ളവർക്ക് എന്തായിരുന്നു സ്വയംഭരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് അവർ പറഞ്ഞത്. ചില ആളുകൾ അത് പറഞ്ഞിട്ടുള്ളത് ദേ വോണ്ട് ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ഇംഗ്ലീഷ് മാൻ, ദാറ്റ് ഈസ് നമ്മളെ ഇംഗ്ലീഷ് വൽക്കരിക്കുക അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരിക്കുക എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഭരണമില്ലാതെ ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ വരുത്തുക, ആ ഒരു രീതിയിനെ ആക്കുക. അപ്പോൾ നമുക്കത് പറയാം, നമുക്കതിനെ പാശ്ചാത്യവൽക്കരണം എന്ന് പറയാം. അത്തരത്തിൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നിയമങ്ങളും രീതികളും ഇവിടെ വരണം എന്ന ഇംഗ്ലീഷുകാർ ഇവിടെ വേണ്ട, അവർ ഭരിക്കേണ്ട, ഇന്ത്യക്കാർ ഭരിച്ചോളും, ഇന്ത്യക്കാർ ഇംഗ്ലീഷുകാർ പറഞ്ഞു തന്ന മാതൃകയിൽ ഭരിച്ചോളും. അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ലീഡേഴ്സിന്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഗാന്ധിജി ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടില് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് വോണ്ട് ദിസ് കൈൻഡ് ഓഫ് സ്വരാജ്. ഇത്തരത്തിലുള്ള ഇംഗ്ലീഷുകാരെ പോലെയുള്ള ഭരണമൊന്നും ഗാന്ധിജിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സമാധാനപരമായിട്ട് നോൺ വയലൻസ്, അഹിംസാവാദിയായിരുന്നു അല്ലെ, അഹിംസാപരമായിട്ട് സമരം നടത്താനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും സ്വദേശി, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള രീതികൾ മതി എന്ന് അവകാശപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മഹാത്മാഗാന്ധി. സെൽഫ് റൂൾ അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ടാവണം, ഇന്ത്യയുടെ രീതിയിൽ നിന്നുകൊണ്ടാവണം, ഇംഗ്ലീഷുകാരുടെ രീതിയിൽ നിന്നുകൊണ്ടല്ല, ഇന്ത്യക്കാരുടെ രീതിയിൽ നിന്നുകൊണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ സ്റ്റേറ്റ്മെന്റ്, വി ഷാൽ നോ ലോങ്ങർ ബി യുവർ പെറ്റീഷണേഴ്സ് ഇഫ് യു ഡു നോട്ട് ഈൽഡ് അവർ ഡിമാൻഡ്. You can only rule as long as we continue to be government. After that, we won't interact with you at all. എന്നാൽ അതിലൂടെ ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് പറയുകയാണ്, ഇംഗ്ലീഷുകാരോട് പറയുകയാണ്, നിങ്ങൾക്ക് അധികകാലം ഞങ്ങളെ ഭരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഭരിക്കപ്പെടാൻ നിന്ന് തരുന്ന കാലം വരെ മാത്രമേ നിങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ എപ്പം മുതൽ നിങ്ങൾ അനുസരിക്കാതാവുന്നോ അവിടെ നിൽക്കും ഈ ഭരണം. അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. എന്താണ്, you can only rule us as long as we continue to be the governed. ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ നിന്ന് തരുന്ന കാലത്തോളം നിങ്ങൾക്ക് ഞങ്ങളെ ഭരിക്കാൻ സാധിക്കും. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം വി വോണ്ട് ഇന്ററാക്ട് വിത്ത് യു അറ്റ് ഓൾ. ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാത്ത വരുന്ന സാഹചര്യം വരും. അപ്പോൾ ഗാന്ധിജി ഇംഗ്ലീഷുകാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഗാന്ധിജി പിന്നെ നടത്തിയിട്ടുള്ളത്. നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക, വഴക്കിനോ വക്കാണത്തിനോ തല്ലിനോ ഒന്നിനുമില്ല, പക്ഷെ സഹകരിക്കില്ല, ആ ഒരു രീതിയാണ് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അപ്പൊ ഗാന്ധിജിക്ക് ഒരിക്കലും ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ രീതികളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്നത് പുസ്തകം പ്രധാനമാണ്. വൺ വേർഡിന് ചോദിക്കാം, മഹാത്മാഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ആരുടെയാണെന്നുള്ളത്. മഹാത്മാഗാന്ധിജിയുടെയാണ്, അദ്ദേഹം അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇനി രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയുടെ പോലെ തന്നെ അഭിപ്രായത്തിലൂടെ വരികയും ആ രീതിയിലൊരു സെൽഫ് ഗവൺമെന്റ് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഗാന്ധിജിയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെയൊക്കെ ഒരു വരവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ ഹോം റൂൾ മൂവ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹോം റൂൾ മൂവ്മെന്റിന്, സ്വരാജ്യം എന്ന് പറയുന്ന മൂവ്മെന്റിന് തുടക്കം കുറിച്ച ആനി ബെസന്റിന്റെയും തിലകിന്റെയും ആദ്യകാല പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം സ്വരാജ്യം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ ആശയം എന്തായിരുന്നെന്നും ഡിസ്കസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്